ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എത്രീസ് വണ്ടർലാൻഡ്. 7th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ യൂണിറ്റ് 5 ആണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. യൂണിറ്റ് 5ൻ്റെ പേര് എംബ്രേസിംഗ് എമ്പതി. ഇതിലെ ഫസ്റ്റ് ചാപ്റ്ററായ ദ യെല്ലോ അംബ്രല്ല ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കുന്നത്. എംബ്രേസിംഗ് എമ്പതി എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി ആലിംഗനം ചെയ്യുക. എമ്പതി മീൻസ് സഹാനുഭൂതി. നമ്മൾ മറ്റുള്ളവരുടെ വിഷമം സ്വന്തം വിഷമമായി കാണുന്നതിനാണ് എമ്പതി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ട്രാക്കിൽ കാണാം, ഒരു കുട്ടി വീണ് കിടക്കുന്നുണ്ട്. മറ്റുള്ള കുട്ടികൾ അവരെ എണീപ്പിക്കാൻ വേണ്ടി, ആ കുട്ടിയെ എണീപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവരൊരു ഓട്ട മത്സരത്തിലാണെങ്കിൽ കൂടി കൂടെ ഓടിയ ആൾ വീണപ്പം എല്ലാവരും കൂടി ആ കുട്ടിയെ എണീപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിന് താഴെ നമുക്കൊരു കോട്ട് കാണാം. ഐ ഡു നോട്ട് ആസ്ക് ദ വൂണ്ടഡ് പേഴ്സൺ ഹൗ ഹി ഫീൽസ്, ഐ മൈസെൽഫ് ബിക്കം ദ വൂണ്ടഡ് പേഴ്സൺ. വാൾട്ട് വിറ്റ്മാൻ പറഞ്ഞൊരു കോട്ടാണ്. ഞാനൊരിക്കലും ഒരു മുറിവേറ്റ ആളോട് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ചോദിക്കാറില്ല. പകരം ഞാൻ സ്വയം ആ വൂണ്ടഡ് പേഴ്സണായി മാറുക, ആ മുറിവേറ്റ ആളായി മാറി അയാളുടെ വിഷമം എൻ്റെ വിഷമമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് വാൾട്ട് വിറ്റ്മാൻ പറഞ്ഞത്. നെക്സ്റ്റ് പേജിലോട്ട് പോകാം. ദ ഡോർവേ, ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന പിക്ചർ നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു പിക്ചർ കാണാം. ഒരു ലേഡി കുറേ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതായിട്ട് കാണാം. അവിടെ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് കാണാം. വാട്ട് ഡു യു സീ ഇൻ ദിസ് പിക്ചർ? ഈ പിക്ചറിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? ആൻസർ നോക്കാം. ഇൻ ദിസ് പിക്ചർ വി ക്യാൻ സീ some kids and some gift boxes and a woman is giving gift to the kids. ഒരു സ്ത്രീ കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നു. കുട്ടികളെല്ലാം സമ്മാനങ്ങൾ വാങ്ങി അവിടെ ഉണ്ട്. വേറെ കുറേ സമ്മാനപ്പൊതികൾ അവിടെ കാണാൻ പറ്റും. വാട്ട്സ് ദ വുമൺ ഡൂയിങ്? എന്താണ് ആ സ്ത്രീ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. ദ വുമൺ ഈസ് ഗിവിങ് ഗിഫ്റ്റ്സ് ടു ചിൽഡ്രൻ. നെക്സ്റ്റ് പേജിലേക്ക് പോകാം. ഹാവ് യു എവർ റിസീവ്ഡ് എ ഗിഫ്റ്റ്? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഗിഫ്റ്റുകൾ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഡിഡ് ഇറ്റ് റിമൈൻഡ് യു ഓഫ് എ സ്പെഷ്യൽ ഇവൻറ്റ് ഇൻ യുവർ ലൈഫ്? അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രത്യേക സംഭവത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഇവൻറ്റിനെ ഓർമ്മിപ്പിക്കുന്നുണ്ടോ? ഓർ ഓഫ് സംവൺ യു ലവ്? അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആരെയെങ്കിലും ഓർമ്മിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റ് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടാവില്ലേ? ഓക്കെ, നമുക്ക് വായിക്കാം, ചാപ്റ്റർ വായിക്കാം. ലെറ്റ്സ് റീഡ് ദ യെല്ലോ അംബ്രല്ല. വി ഹാവ് ഓൾ മെമ്മറീസ്. നമുക്കെല്ലാം ഓർമ്മകളുണ്ട്. സം ഓഫ് ദം ആർ പ്ലസൻറ്റ്, സം ഓഫ് ദം ആർ പെയിൻഫുൾ. അതിൽ ചിലത് നല്ല സന്തോഷമുള്ള ഓർമ്മകളാണ്, പക്ഷേ മറ്റു ചിലതാകട്ടെ പെയിൻഫുൾ, വേദനാജനകമാണ്. വി സംടൈംസ് കം അപ്പോൺ ബാഡ് ടൈംസ്. നമുക്ക് ചിലപ്പോൾ മോശം സമയങ്ങളുണ്ടാവാം. മെമ്മറീസ് ഓഫൺ മേക്ക് ദം മോർ പെയിൻഫുൾ. അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അതിനെ കൂടുതൽ വേദനാജനകമാക്കുന്നു. ഒക്കേഷണലി എ മെമ്മറി അവേക്കൺസ് ഇൻ അസ് ദ ഡിസയർ ടു പൊസസ് സംതിങ്. ചില സമയങ്ങളിൽ, ചില അവസരങ്ങളിലൊക്കെ ചില ഓർമ്മകൾ നമ്മളിൽ ഉണർത്തുന്നത് എന്തെങ്കിലും സ്വന്തമാക്കാനുള്ള ആഗ്രഹമായിരിക്കും. ദ ഡിസയർ ഓഫൺ ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ ഇൻട്രിൻസിക് വാല്യൂ ഓർ പ്രൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്. നമ്മുടെ ഈ ആഗ്രഹത്തിന് നമ്മൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന സാധനത്തിൻ്റെ യഥാർത്ഥ മൂല്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ വിലയെക്കുറിച്ചൊന്നും ഒരു ചിന്തയില്ല. നമുക്ക് ആ സാധനം സ്വന്തമാക്കണം. ഇറ്റ് ബിക്കംസ് വാല്യുബിൾ ടു അസ് ത്രൂ ഇറ്റ്സ് അസോസിയേഷൻ വിത്ത് അവർ മെമ്മറി. നമ്മുടെ എന്തോ ഒരു ഓർമ്മയുമായി ബന്ധപ്പെടുത്തിയാണ് അത് നമുക്ക് വാല്യുബിളായത്, നമുക്കത് വിലപ്പെട്ടതായത്. അല്ലാതെ അതിൻ്റെ പ്രൈസ് കൊണ്ടോ അതിൻ്റെ യഥാർത്ഥ മൂല്യം കൊണ്ടോ അല്ല. നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫിലെ വേർഡ് മീനിങ്സ് നോക്കാം. പ്ലസൻറ്റ് മീൻസ് സന്തോഷമുള്ള, പെയിൻഫുൾ വേദനിപ്പിക്കുന്ന, ഒക്കേഷണലി ഇടയ്ക്കിടെ, പൊസസ് സ്വന്തമാക്കുക, ഇൻട്രിൻസിക് മീൻസ് അന്തർലീനമായ അല്ലെങ്കിൽ ഉൾക്കൊണ്ടിരിക്കുന്ന. സെക്കൻഡ് പാരഗ്രാഫ് നോക്കാം. എ യെല്ലോ അംബ്രല്ല മേ ലുക്ക് എ വെരി ട്രിവിയൽ ഒബ്ജക്റ്റ് ടു യു. ഇറ്റ് ഈസ് നോട്ട് എനിത്തിങ് ദാറ്റ് യു ബാഡ്ലി വിഷ് ടു ഓൺ. ഒരു മഞ്ഞക്കുട നിങ്ങൾക്ക് വളരെ നിസ്സാരമായൊരു കാര്യമായിരിക്കാം. നിങ്ങൾ സ്വന്തമാക്കണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നൊരു സാധനമൊന്നുമല്ല അത്. ദാറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് ഹാസ് നോ പെർട്ടിക്കുലർ അട്രാക്ഷൻ ടു യു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനോട് പ്രത്യേകിച്ച് ആകർഷണമൊന്നും തോന്നിയിട്ടില്ല. യുവർ പാരൻസ് ഹാവ് ബോട്ട് യു സെവറൽ അംബ്രലാസ് സിൻസ് യുവർ ഫസ്റ്റ് ഇയർ അറ്റ് സ്കൂൾ, സം ഓഫ് ദം ക്വയറ്റ് കളർഫുൾ ആൻഡ് അട്രാക്റ്റീവ്. നിങ്ങളുടെ പാരൻസ് നിങ്ങൾ സ്കൂളിൽ പോയ ആദ്യ വർഷങ്ങളിൽ ഒരുപാട് കുടകൾ നിങ്ങൾക്ക് വാങ്ങി തന്നിട്ടുണ്ടാവാം. അതിൽ ചിലതൊക്കെ നല്ല കളർഫുള്ളും അട്രാക്റ്റീവുമായിരിക്കും, കാണാൻ നല്ല ഭംഗിയുള്ള, എല്ലാവരെയും ആകർഷിക്കുന്ന കളറിലുള്ളതായിരിക്കാം. ദർ ഹാസ് ബീൻ നത്തിങ് സ്പെഷ്യൽ എബൌട്ട് എ യെല്ലോ അംബ്രല്ല ഇൻ യുവർ ലൈഫ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മഞ്ഞക്കുടയ്ക്ക് നിങ്ങളുടെ ലൈഫിൽ പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല. ബട്ട് ഫോർ ജോസഫ്, എ യങ് ബോയ് ഫ്രം പാൽമാസ് ഇൻ ബ്രസീൽ, എ യെല്ലോ അംബ്രല്ല വാസ് സംതിങ് സ്പെഷ്യൽ. പക്ഷേ ബ്രസീലിലെ പാൽമാസ് എന്നുള്ള ജോസഫ് എന്ന പേരുള്ള ഒരു യങ് ബോയ്ക്ക് ഈ മഞ്ഞ കളറുള്ള അംബ്രല്ല എന്ന് പറഞ്ഞത് എന്തോ ഒരു സ്പെഷ്യൽ വസ്തുവാണ്, അതിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ പാരഗ്രാഫ് നോക്കാം. വി ലേൺ അബൌട്ട് ജോസഫ് ഫ്രം 2 ബ്രസീലിയൻ ഫിലിം മേക്കേഴ്സ്, ഹെലന ഹിലാരിയോ ആൻഡ് മാരിയോ പീസ്. നമ്മൾ ജോസഫിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അറിയുന്നത്
2 ബ്രസീലിയൻ ഫിലിം മേക്കേഴ്സിൽ നിന്നാണ്. അവരുടെ പേര് ഹെലന ഹിലാരിയോ എന്നും മാരിയോ പേസ് എന്നുമാണ്. ദ സ്റ്റോറി ബിഗിൻസ് വിത്ത് ഹിലാരിയോ ഗെറ്റിംഗ് എ ഫോൺ കോൾ ഫ്രം ഹെർ സിസ്റ്റർ. ഈ സ്റ്റോറി ആരംഭിക്കുന്നത് ഹിലാരിയോക്ക് ഒരു ഫോൺ കോൾ ലഭിക്കുന്നതിലൂടെയാണ്. അവളുടെ സിസ്റ്ററാണ് വിളിച്ചത്. ഹെർ സിസ്റ്റർ ഹാഡ് ബീൻ ഓൺ എ വിസിറ്റ് ടു ആൻ ഓർഫനേജ് ഇൻ പാൽമാസ് വിത്ത് ക്രിസ്മസ് ഗിഫ്റ്റ്സ് ഫോർ ദ ചിൽഡ്രൻ. ഹിലാരിയോയുടെ സിസ്റ്റർ ഒരു ഓർഫനേജ് വിസിറ്റ് ചെയ്യായിരുന്നു പാൽമാസിലുള്ള അവിടെയുള്ള കുട്ടികൾക്ക് വേണ്ടി ക്രിസ്മസ് ഗിഫ്റ്റുകളും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് കൊടുക്കാൻ വേണ്ടി പോയതാണ്. ദ ചിൽഡ്രൻ അറ്റ് ദ ഓർഫനേജ് വെർ ഡിലൈറ്റഡ് അറ്റ് സീയിങ് ദ ടോയ്സ് ദേ വെർ ഗിവൺ. അവർക്ക് നൽകപ്പെട്ട ടോയ്സ് കണ്ടപ്പോൾ ഈ കുട്ടികൾക്ക് വളരെയധികം സന്തോഷമായി. ബട്ട് ഷീ നോട്ടീസ്ഡ് എ ബോയ് വിത്ത് എ മൗൺഫുൾ ഫേസ് ഹു ഷോഡ് നോ ഇൻട്രസ്റ്റ് ഇൻ ദ ടോയ്സ്. പക്ഷേ അവിടെ ഒരു ആൺകുട്ടി മാത്രം ഈ ടോയ്സിലൊന്നും ശ്രദ്ധിക്കാതെ സങ്കടമുള്ള മുഖമായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഷീ വെൻറ്റ് അപ്പ് ടു ഹിം ആൻഡ് ആസ്ക്ഡ് വാട്ട് ഹി വുഡ് ലൈക്ക് ടു ഹാവ് ആസ് എ ഗിഫ്റ്റ്. അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ചോദിച്ചു എന്താണ് അവന് ഗിഫ്റ്റായിട്ട് വേണ്ടതെന്ന്. എ യെല്ലോ അംബ്രല്ല ഹീ സെഡ്. അപ്പോൾ അവൻ പറഞ്ഞു എനിക്കൊരു മഞ്ഞ നിറമുള്ള കുടയാണ് വേണ്ടത്. ഹിസ് ഫേസ് സ്റ്റിൽ ഡൗൺ കാസ്റ്റ്. ഇപ്പോഴും അവൻ്റെ മുഖം വാടി തന്നെയായിരുന്നു ഇരിക്കുന്നത്. ഹിലാരിയോ സിസ്റ്റർ വാസ് പസിൽഡ്. ഹിലാരിയോയുടെ സിസ്റ്റർ ആകെ ആശയക്കുഴപ്പത്തിലായി. ബട്ട് സൂൺ ഷീ ഹാഡ് ദ ഹോൾ സ്റ്റോറി ഫ്രം ഹിം. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ അവൾക്ക് എല്ലാ കഥയും അവനിൽ നിന്ന് തന്നെ കിട്ടി. അവൻ തന്നെ അവൻ്റെ കഥകൾ മുഴുവൻ പറഞ്ഞു കൊടുത്തു. ഇറ്റ് വാസ് നോട്ട് വെരി ലോങ് എഗോ. അത് വളരെ മുമ്പ് നടന്ന കാര്യമൊന്നുമല്ല. ദ ബോയ് വാസ് എമംഗ് എ ഗ്രൂപ്പ് ഓഫ് റെഫ്യൂജീസ് ഹു ഹാഡ് അറൈവ്ഡ് ഇൻ ദ കൺട്രി ഇൻ ആൻ ഓപ്പൺ ബോട്ട്. ഒരു തുറന്ന ബോട്ടിൽ ആ രാജ്യത്ത് എത്തിച്ചേർന്ന ഒരുപാട് അഭയാർത്ഥികളിൽ ഒരാൾ മാത്രമായിരുന്നു ആ ബോയ്. ദർ വർ മെനി ലൈക്ക് ഹിം ഓൾ ഓവർ ദ വേൾഡ്. അവനെപ്പോലെ ഒരുപാട് ആളുകൾ ഈ ലോകത്ത് പല ഭാഗങ്ങളിലും ഉണ്ട്. റണ്ണിങ് അവേ ഫോർ ഫിയർ ഫ്രം ദെയർ കൺട്രീസ്. പേടികൊണ്ട് അവരുടെ സ്വന്തം രാജ്യത്ത് നിന്ന് ഓടിപ്പോകുന്നവർ. ഓർ ത്രോൺ ഔട്ട് ആസ് അൺവാണ്ടഡ് പീപ്പിൾ. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ആൾക്കാർ എന്ന രീതിയിൽ വലിച്ചെറിയപ്പെട്ടവർ. ഇറ്റ് വാസ് എ റെയിനി ഡേ. അത് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. ഹിസ് ഫാദർ ഓപ്പൺഡ് എ ബിഗ് യെല്ലോ അംബ്രല്ല ദാറ്റ് പ്രൊട്ടക്റ്റഡ് ദം ഫ്രം ദ റെയിൻ ആസ് ദേ വോക്ക്ഡ്. ആ ദിവസമാണ് അവൻ്റെ അച്ഛൻ ഒരു മഞ്ഞ നിറമുള്ള ഒരു വലിയ കുട തുറന്നത്. ആ കുട അവരെ മഴയിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്തു. അവർ നടന്നു പോകുന്ന സമയത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആ മഴയിൽ നിന്ന് അവരെ രക്ഷിച്ചത് ആ യെല്ലോ കളറുള്ള അംബ്രല്ലായിരുന്നു. ദേ വർ ഗോയിങ് ടു ആൻ ഓർഫനേജ്. അങ്ങനെ അവർ അന്ന് ഒരു ഓർഫനേജിലേക്ക് നടന്നു പോവുകയായിരുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഹിസ് ഫാദർ ലെഫ്റ്റ് ഹിം അറ്റ് ദ ഓർഫനേജ്. അവൻ്റെ അച്ഛൻ അവനെ ആ അനാഥാലയത്തിൽ ഉപേക്ഷിച്ചു പോന്നു. ദാറ്റ് വാസ് ദ ഓൺലി വേ ഔട്ട് ഫോർ ഹിം. അദ്ദേഹത്തിന് ബാക്കിയുള്ള ഒരേ ഒരു വഴി അത് മാത്രമായിരുന്നു. ഹി ഹാഡ് ബീൻ ഔട്ട് ഓഫ് വർക്ക് ഫോർ എ ലോങ് ടൈം. അദ്ദേഹത്തിന് ജോലി ആവശ്യത്തിന് വേണ്ടി കുറേ സമയം പുറത്തു പോകേണ്ടതായി വന്നു. ദ ഓൺലി ഹോപ്പ് ഓഫ് സർവൈവൽ ഫോർ ഹിസ് സൺ വാസ് ടു ഗ്രോ അപ്പ് ഇൻ ദ ഓർഫനേജ്. അവൻ്റെ മകൻ്റെ സർവൈവൽ നിലനിൽപ്പിനുള്ള ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞത് ഒരു ഓർഫനേജിൽ വളരുക എന്നുള്ളത് മാത്രമായിരുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ദ ബോയ് വാച്ച്ഡ് ആസ് ഹിസ് ഫാദർ വാക്ക്ഡ് അവേ. അവൻ്റെ അച്ഛൻ നടന്നു പോകുന്നത് ആ കുട്ടി നോക്കി നിന്നു. റെയിൻ ഡ്രോപ്സ് ബൗൺസിങ് ഓഫ് ദ യെല്ലോ അംബ്രല്ല. ആ മഞ്ഞക്കുടയിൽ നിന്നും മഴത്തുള്ളികൾ താഴേക്ക് വീണുകൊണ്ടിരുന്നു. ദാറ്റ് വാസ് ദ ലാസ്റ്റ് ടൈം ഹി സോ ഹിസ് ഫാദർ. അവൻ്റെ അച്ഛനെ അവൻ അവസാനമായി കണ്ട സമയമായിരുന്നു അത്. ദ യെല്ലോ അംബ്രല്ല ഹാഡ് ബിക്കം എച്ച്ഡ് ഇൻ ഹിസ് മെമ്മറി. ആ മഞ്ഞക്കുട അവൻ്റെ ഓർമ്മയിൽ ഇന്നും കൊത്തിവെച്ചതുപോലെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ആസ് ഇഫ് ദ യെല്ലോ അംബ്രല്ല വുഡ് യുണൈറ്റ് ഹിം വിത്ത് ഹിസ് ഫാമിലി സം ഡേ. ഒരു ദിവസം അവൻ്റെ ആ മഞ്ഞക്കുട അവൻ്റെ ഫാമിലിയുമായിട്ട് അവനെ ഒന്നിപ്പിക്കുമെന്ന് തോന്നിപ്പിച്ചു. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഹിലാരിയോ വാസ് ഇംപ്രസ്ഡ് ബൈ ദ ബോയ്സ് സ്റ്റോറി. ഈ കുട്ടിയുടെ കഥ കേട്ടപ്പോൾ ഹിലാരിയോക്ക് വളരെയധികം മതിപ്പ് തോന്നി. ഷീ തോട്ട് ഓഫ് ടേണിംഗ് ദ ബോയ്സ് പെയിൻഫുൾ മെമ്മറി ഇൻ ടു എ വർക്ക് ഓഫ് ആർട്ട്. അവർ ചിന്തിച്ചു ഈ കുട്ടിയുടെ വേദനിപ്പിക്കുന്ന ഈ ഓർമ്മ ഒരു കലാസൃഷ്ടിയാക്കി മാറ്റിയാലോ എന്നാലോചിച്ചു. എ റെക്കോർഡ് ഓഫ് എമ്പതി ആൻഡ് ഹോപ്പ്. സഹാനുഭൂതിയുടെയും പ്രതീക്ഷയുടെയൊക്കെ ഒരു റെക്കോർഡാക്കി നല്ലൊരു ക്രിയേറ്റീവ് വർക്കാക്കി മാറ്റിയാലോ എന്ന് ചിന്തിച്ചു. ഇറ്റ് ടുക്ക് 10 years ഫോർ ഹിലാരിയോ ആൻഡ് ഹെർ അസോസിയേറ്റ് മാരിയോ പേസ് ടു പ്രൊഡ്യൂസ് ദ ആനിമേറ്റഡ് ഫിലിം അംബ്രല്ല. അവർ 10 വർഷത്തോളം എടുത്തു. ഹിലാരിയോയും അവരുടെ അസിസ്റ്റൻ്റായിട്ടുള്ള മാരിയോ പേസും കൂടി ഈ ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി 10 വർഷത്തോളം എടുത്തു. അംബ്രല്ല എന്നായിരുന്നു ഫിലിമിൻ്റെ പേര്. വിച്ച് വാസ് ദ ഫസ്റ്റ് ഫിലിം ദേ മെയ്ഡ് ആസ് എ ഡ്യുവോ. അവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് ചെയ്ത ആദ്യത്തെ ഫിലിമായിരുന്നു അത്. ഇറ്റ് വാസ് റിലീസ്ഡ് ഇൻ 2019. അത് റിലീസായത് 2019. ഇറ്റ് റിസീവ്ഡ് അൻ ഓസ്കാർ നോമിനേഷൻ ആൻഡ് വെൻറ്റ് ഓൺ ടു വിൻ റെക്കഗ്നിഷൻ അറ്റ് സെവറൽ ഫിലിം ഫെസ്റ്റിവൽസ്. അംബ്രല്ല എന്ന ഫിലിം ഓസ്കാർ നോമിനേഷൻ നേടി. പിന്നെ പല ഫിലിം ഫെസ്റ്റിവലിലും ഇത് പ്രത്യേക അംഗീകാരവും നേടി. അംബ്രല്ല ഈസ് എ ഫിലിം ദാറ്റ് ക്യാൻ ബോത്ത് എൻ്റർടൈൻ ആൻഡ് എൻലൈറ്റൻ ഗ്രോൺ അപ്സ് ആൻഡ് ചിൽഡ്രൻ അലൈക്ക്. കുട്ടികളെയും വലിയവരെയും ഒരുപോലെ എൻ്റർടൈൻ ചെയ്യിക്കാനും സന്തോഷിപ്പിക്കാനും ആസ്വദിപ്പിക്കാനും കഴിവുള്ളൊരു ഫിലിമായിരുന്നു അംബ്രല്ല. ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് ലവ് ആൻഡ് ഹോപ്പ്.
അത് സ്നേഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഒരു കഥയാണ്. ഇറ്റ് വിൽ കീപ്പ് അവർ ഫെയ്ത്ത് ഇൻ ദ വാല്യൂ ഓഫ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അത് നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കും. മനുഷ്യൻ്റെ പരസ്പര ധാരണയുടെയും ഉത്തരവാദിത്തത്തിൻ്റെയൊക്കെ മൂല്യത്തിൽ നമ്മുടെ വിശ്വാസം അത് കീപ്പ് ചെയ്യും. അപ്പോൾ കൂട്ടുകാർക്ക് ഈ സ്റ്റോറി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതിൻ്റെ ആക്ടിവിറ്റീസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.